മാന്നാർ മച്ചൻസിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ കാർത്തിക് സുബരാജിനെ കുറിച്ചാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. തമിഴകത്തിന്റെ ഒരു മികച്ച സംവിധായകൻ തന്നെയാണ് നമ്മുടെ കാർത്തിക് സുബരാജ്. അപ്പൊ അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. അപ്പം ഹാപ്പി ബർത്ത്ഡേ കാർത്തിക് സുബരാജ്. 2012 കാർത്തിക് സുബരാജിന്റെ ആദ്യത്തെ ചിത്രം പുറത്തിറങ്ങുന്നത്. പിസ എന്നാണ് ചിത്രത്തിന്റെ പേര്. അതൊരു മിസ്റ്ററി ഹൊറർ സിനിമയായിരുന്നു. നമ്മുടെ വിജയ് സേതുപതിയാണ് ഈ സിനിമയിൽ നായകനായിട്ട് വന്നത്. ഭയങ്കര എൻഗേജിംഗ് ആയിട്ട് പോകുന്ന ഒരു സിനിമയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സിനിമ വളരെയധികം ഹിറ്റ് ആവുകയും ചെയ്തു. അന്നേരം തന്നെ നമ്മുടെ കാർത്തിക് സുബരാജിന്റെ പേര് എല്ലാവരും ശ്രദ്ധിക്കുകയും ചെയ്തതാണ്. അതിനുശേഷം 2014 വന്നപ്പോഴത്തേക്കിനും അദ്ദേഹത്തിന്റെ ഒരു മാസ്റ്റർ പീസായിട്ട് ഇപ്പോഴും എല്ലാവരും പറയുന്നത് ജിഗർദന്ത എന്ന് പറഞ്ഞ ആ സിനിമ ഇറങ്ങി. ആ സിനിമ ഇറങ്ങിയപ്പോഴത്തേക്കും ഇപ്പം തന്നെ ആ ഒരു കാർത്തിക് സുബരാജിന്റെ ഒരു റേഞ്ച്, കാർത്തിക് സുബരാജ് എന്ന് പറഞ്ഞ ഒരു പവറിലേക്ക് ആ ഒരു സിനിമയ്ക്ക് ശേഷമാണ് ആയത്. അപ്പം ആ ചിത്രത്തിന് ശേഷമാണ് പുള്ളിക്കാരൻ ഒരു ഗ്യാങ്സ്റ്റർ സിനിമകളുടെ ഒക്കെ ഒരു പുള്ളി ഗ്യാങ്സ്റ്റർ ചിത്രങ്ങൾ ഇറങ്ങുമ്പോഴേ, തമിഴ് സിനിമയിൽ ഇറങ്ങുമ്പോഴേ കാർത്തിക് സുബരാജിന്റെ ഒരു പേര് എല്ലാവരുടെയും വായി വരും പെട്ടെന്ന്. കാരണം അദ്ദേഹം എടുത്ത ഒത്തിരി ഗ്യാങ്സ്റ്റർ ചിത്രങ്ങൾ അദ്ദേഹം എടുത്തിട്ടുണ്ട്. നമ്മുടെ ധനുഷിനെ വെച്ചാണെങ്കിലും നമ്മുടെ വിക്രത്തിനെയൊക്കെ വെച്ചാണെങ്കിലും എടുത്തിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ആക്ടറിനെ അദ്ദേഹത്തിന്റെ കൈ കിട്ടിക്കഴിഞ്ഞാൽ പുള്ളിയുടെ ആ ഒരു സ്വാഗും സ്റ്റൈലും എല്ലാം പുറത്തു കൊണ്ടുവരുന്ന രീതിക്കത്തെ ഒരു സംവിധായകനാണ് അദ്ദേഹം. പിന്നെ അദ്ദേഹത്തിന്റെ സിനിമകളിലെ ഫ്രെയിമുകളാണെങ്കിലും ഒക്കെ ഭയങ്കര പെർഫെക്ഷൻ ആയിരിക്കും. ഓരോ ഫ്രെയിമിനും ഭയങ്കര പെർഫെക്ഷൻ ആയിരിക്കും. പിന്നെ ലൈറ്റ്നിങ്ങിന്റെ കാര്യമാണെങ്കിലും എല്ലാം ഭയങ്കര പെർഫെക്ഷൻ ആയിരിക്കും. ഒരു ഹീറോയെ എങ്ങനെ കാണിക്കണം, അല്ലെങ്കിൽ നല്ലൊരു നന്നായിട്ട് അഭിനയിക്കാൻ അറിയാവുന്ന ഒരു ആക്ടറാണെങ്കിൽ ആ പുള്ളിക്കാരൻ്റെ എത്രത്തോളം അഭിനയിക്കാൻ പറ്റും അത്രയും ഒരു ലെവലിൽ അത് പുറത്ത് കൊണ്ടുവരാൻ കഴിവുള്ള ഒരു സംവിധായകൻ തന്നെയാണ് കാർത്തിക് സുബരാജ്. കാർത്തിക് സുബരാജ് ഒരു കടുത്ത തലൈവർ ഫാനാണ്. അപ്പോൾ അദ്ദേഹം എടുക്കുന്ന ചിത്രങ്ങളിലൊക്കെ ഒരു രജനീകാന്ത് റെഫറൻസും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ കാർത്തിക് സുബരാജ് എടുത്ത രണ്ടാമത്തെ ചിത്രമായിട്ടുള്ള ജിഗർദന്തയിലെ ബോബി സിംഹ ചെയ്ത അസോൾട്ട് സേതു എന്ന് പറഞ്ഞ ക്യാരക്ടർ ശരിക്കും രജനീകാന്ത് ചെയ്യേണ്ട ക്യാരക്ടറായിരുന്നു. പക്ഷെ അതിന് ആ ഒരു ടൈമിൽ ഒരു സിനിമ ചെയ്ത് കഴിഞ്ഞ് നിൽക്കുമായിരുന്നു. അപ്പോൾ രജനീകാന്ത് എന്ന് പറഞ്ഞ അത്രയും വലിയൊരു സൂപ്പർ സ്റ്റാറിൻ്റെ അടുത്ത് കഥയുമായിട്ട് ചെല്ലേണ്ട ഒരു കാര്യങ്ങളൊന്നും പുള്ളിക്ക് അറിയത്തുമില്ലായിരുന്നു. പുള്ളി ശ്രമിച്ചെങ്കിലും ചെല്ലാൻ പറ്റിയിട്ടുമില്ലായിരുന്നു. അതിനുശേഷം ഈ സിനിമ ഇറങ്ങിക്കഴിഞ്ഞ് രജനീകാന്ത് സിനിമ കണ്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് കാർത്തിക് സുബരാജിനെ അങ്ങോട്ട് കോൾ ചെയ്ത് സംസാരിച്ചപ്പോഴത്തേക്കിനും പറഞ്ഞു, സൂപ്പർ ക്യാരക്ടറാണല്ലോ ഇത്, എന്താ എൻ്റെ അടുത്ത് വന്ന് കഥ പറയാഞ്ഞേ, ഞാൻ ഉറപ്പായിട്ടും ചെയ്തേനെ, എനിക്ക് ക്യാരക്ടർ ഒത്തിരി ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞപ്പോൾ കാർത്തിക് സുബരാജ് പറഞ്ഞു ശരിക്കും ഈ ക്യാരക്ടർ സാറിന് വേണ്ടി എഴുതിയതാണെന്ന് പറഞ്ഞപ്പോൾ രജനീകാന്ത് പറഞ്ഞു പിന്നെന്താ എൻ്റെ അടുത്ത് പറയാഞ്ഞെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒത്തിരി ശ്രമിച്ചു എന്നിട്ടും പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ആ ഒരു കോമ്പിനേഷൻ പിന്നീട് നമ്മൾ കണ്ടത് പേട്ടയിലാണ്. അപ്പോൾ ഒരു ഫാൻ ബോയ് നമ്മുടെ പുള്ളിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ഒരു ആക്ടറിനെ വെച്ച് പടം എടുത്തു കഴിയുമ്പോൾ ഏത് രീതിക്കായിരിക്കും ഉണ്ടാകുന്നതെന്നുള്ളത് നമ്മൾ ശരിക്കും ഫീൽ ചെയ്തൊരു പടമായിരുന്നു പേട്ട എന്ന് പറയുന്ന സിനിമ. പേട്ടയ്ക്കകത്ത് ആ ഒരു അത്രയും നാളിൽ രജനീകാന്തിന് ഇച്ചിരി ഭയങ്കരമായിട്ടൊക്കെ പ്രായത്തിലും നടക്കാനും വയ്യാത്ത രീതിക്കൊക്കെ കാണിച്ചിട്ട് പെട്ടെന്ന് പേട്ടയ്ക്കകത്ത് ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള ഒരു രജനീകാന്തിനെയാണ് നമ്മൾ കണ്ടത്. ആ സിനിമയും നല്ലൊരു സിനിമ തന്നെയായിരുന്നു. രജനീകാന്തിൻ്റെ ഒരു ഫുൾ ആ ഒരു പഴയ ആ ഒരു റേഞ്ചിലുള്ള ഒരു സ്വാഗും കാര്യങ്ങളും എല്ലാം അദ്ദേഹം പുറത്തു കൊണ്ടുവന്നൊരു സിനിമ തന്നെയായിരുന്നു പേട്ട. പൊങ്കലിന് ഇറങ്ങിയ സിനിമ ഭയങ്കരമായിട്ട് ആ സമയത്ത് ബോക്സ് ഓഫീസിൽ നല്ല ബ്ലോക്ക് ബസ്റ്റർ അടിച്ചൊരു ചിത്രമാണ്. തമിഴ് സിനിമയിൽ ഏതൊരു നടന്റെ ആരാധകനാണെങ്കിലും ഒരു സിനിമയിലും കാർത്തിക് സുബരാജ് ആ നടനെ വെച്ച് ചെയ്യണമെന്ന് ആഗ്രഹിക്കാത്ത ആയിട്ട് ആരുമില്ല. കാരണം അത്രയ്ക്ക് നല്ലൊരു ഡയറക്ടറാണ്. പിന്നെ അദ്ദേഹത്തിന്റെ ഒരു ഗ്യാങ്സ്റ്റർ എന്ന് പറഞ്ഞൊരു ജനറൽ അതായത് നമുക്ക് ഇപ്പോൾ ഇഷ്ടപ്പെട്ട നമ്മുടെ തമിഴിലെ തന്നെ ടോപ്പ് 5 നിൽക്കുന്ന കുറേ ആക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൽ ഇപ്പോഴും കാർത്തിക് സുബരാജ് ചെയ്യാത്ത കുറേ ആൾക്കാരുണ്ട് ചെയ്യാത്തതായിട്ടുള്ളത്. അപ്പം ആ ഒരു ലിസ്റ്റിലുള്ള ആക്ടേഴ്സൊക്കെയാണ് നമ്മുടെ ഇപ്പോൾ സൂര്യയൊക്കെ ആ ഒരു ലിസ്റ്റിലായിരുന്നു. ഇപ്പോൾ സൂര്യയായിട്ടൊക്കെ ഒരു പടം അനൗൺസ് ചെയ്ത് ഇപ്പോൾ റിലീസ് ആകാനിരിക്കുകയാണ്. റെട്രോ എന്നാണ് സിനിമയുടെ പേര്. നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഏതൊരു ആക്ടറിനെ കൈ കിട്ടിയാലും അവർ പെർഫോമൻസിന്റെ ഒരു മാക്സിമം പുറത്തു കൊണ്ടുവരുന്ന ഒരു സംവിധായകൻ തന്നെയാണ് നമ്മുടെ കാർത്തിക് സുബരാജ്. ആ ഒരു ഇതിൽ നമ്മൾ നോക്കുമ്പം നമ്മുടെ ജിഗർദന്ത XX എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് നമ്മുടെ രാഘവ ലോറൻസിനെ ആണെങ്കിൽ ആ ഒരു ക്യാരക്ടറിലേക്ക് അദ്ദേഹം കൊണ്ടുവന്ന രീതിയും പുള്ളിക്കാരനെ കൊണ്ട് ആ ഒരു ചെയ്യിപ്പിച്ചെടുത്തതൊക്കെ നമ്മൾ ശരിക്കും ഞെട്ടിപ്പോയത്. ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇത്രയും നാൾ ലോറൻസ് എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡിൽ കാഞ്ചനയായിരുന്നു പെട്ടെന്ന് വരുന്നത്. പക്ഷേ ഈ പടം കണ്ടതിന് ശേഷം ഈ പടം കണ്ടവർക്ക് പെട്ടെന്ന് വരുന്നത് നമുക്ക് അല്ലീസ് സീസർ എന്ന് പറഞ്ഞ ആ സിനിമയ്ക്കകത്ത് ചെയ്ത ആ ഒരു ക്യാരക്ടറാണ് ഓർമ്മ വരുന്നത്. അടിപൊളിയായിട്ട് അദ്ദേഹം ചെയ്തു വെച്ചിട്ടുണ്ട് ആ ഒരു ക്യാരക്ടർ. ശരിക്കും ആ ഒരു ക്യാരക്ടറായിട്ട് അങ്ങ് ജീവിക്കുമായിരുന്നു ലോറൻസ് ശരിക്കും ആ ഒരു പടത്തിൽ. കാരണം അതുപോലെ അത്രയും നല്ല രീതിക്ക് ഒരു ആക്ടറിനെ നല്ലതായിട്ട് യൂസ് ചെയ്ത് ആളുടെ ആക്ടിങ് പുറത്തു കൊണ്ടിരുന്നതിൽ കാർത്തിക് സുബരാജിന് ഒരു പ്രത്യേക കഴിവ് തന്നെയാണ്. നിലവിൽ അദ്ദേഹത്തിന്റെ ലാസ്റ്റ് ഇറങ്ങിയ ചിത്രം ജിഗർദന്ത XX ആണ്. ലേറ്റസ്റ്റ് ആയിട്ട് കാർത്തിക് സുബരാജിനായിട്ട് പുറത്തിറങ്ങാനിരിക്കുന്ന സിനിമ റെട്രോ ആണ്. അതിൽ നമ്മുടെ സൂര്യയാണ് നായകനായിട്ട് വരുന്നത്. അപ്പം ആദ്യം ഇതിന്റെ ഒരു ഗ്ലിംസ് ഒക്കെ പുറത്ത് വന്നപ്പോൾ എല്ലാവരും ഭയങ്കര ഇതായിട്ട് വിചാരിച്ചതൊരു പക്ക ഗാങ്സ്റ്റർ പടമായിരിക്കുമെന്ന്. അമ്മതെ ഒരു സാധനമായിരുന്നു ആദ്യം വന്ന ഗ്ലിംസ്. പക്ഷേ അതിനുശേഷം കാർത്തിക് സുബരാജ് ഒരു ഇന്റർവ്യൂ കൊടുത്തപ്പം പറഞ്ഞു ശരിക്കും ഇതൊരു ഫുൾ ആൻഡ് ഫുൾ ഗാങ്സ്റ്റർ സിനിമ അല്ല, ഇതൊരു ലവ് സ്റ്റോറി ആണെന്നാണ് പറഞ്ഞത്. അപ്പോഴത്തേക്കും എല്ലാവരും പെട്ടെന്ന് ഞെട്ടിപ്പോയി. ഇതെന്താ ലവ് സ്റ്റോറി എന്ന് പെട്ടെന്ന് കേട്ടപ്പം
ഭയങ്കരമായിട്ട് ആൾക്കാർ ഞെട്ടിപ്പോയി. അപ്പോഴത്തേക്കിനും സോഷ്യൽ മീഡിയയിലൊക്കെ രജനീകാന്തിൻ്റെ പഴയ ജോണി എന്നൊക്കെ പറഞ്ഞ സിനിമയുടെ റീമേക്കാണ്, അല്ലെ ആ ഒരു സിനിമയുടെ രീതിക്കാണെന്നൊക്കെ പറഞ്ഞ് കുറേ സംസാരമൊക്കെ വന്നിരുന്നു. പിന്നെ ഇതിൻ്റെ ടൈറ്റിൽ ടീസർ വന്നപ്പോഴത്തേക്കിനും അതെല്ലാം അങ്ങ് മാറി. അമ്മാതിരി സാധനമായിരുന്നു ആ ഒരു ടൈറ്റിൽ ടീസർ. അതിലാണെങ്കിൽ സന്തോഷ് നാരായണൻ്റെ മ്യൂസിക് ആണെങ്കിലും എല്ലാം പക്ക പെർഫെക്റ്റ് ആയിട്ടാണ് വന്നത്. പിന്നെ സന്തോഷ് നാരായണൻ്റെ കാര്യം നമ്മൾ എടുത്തു പറയേണ്ടതാണ്. കാർത്തിക് സുബ്രാജും സന്തോഷ് നാരായണും ഭയങ്കര കോമ്പിനേഷനാണ് അവർ ചെയ്തിട്ടുള്ളത്. എനിക്ക് അവർ അനിരുദ്ധിനെ, അതായത് നമ്മുടെ പേട്ടയിൽ മാത്രമേ ഉള്ളൂ സന്തോഷ് നാരായണൻ ചെയ്യാനെന്നാണ് എനിക്ക് തോന്നുന്നത് സിനിമകൾ ചെയ്തതിൽ. ബാക്കി മിക്ക എല്ലാ സിനിമകളിലും എനിക്കൊന്ന് സന്തോഷ് നാരായണനാണെന്ന് തോന്നുന്നു നമ്മുടെ കാർത്തിക് സുബ്രാജുമായിട്ട് കൊളാബ് ചെയ്തിട്ടുള്ളത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യയായിട്ട് കാർത്തിക് സുബ്രാജ് ഒന്നിക്കുന്നു എന്ന് പറഞ്ഞൊരു അപ്ഡേറ്റ് പുറത്ത് വന്നപ്പോൾ ഭയങ്കര സർപ്രൈസ് ആയിട്ടായിരുന്നു ആ ഒരു അപ്ഡേറ്റ് പുറത്ത് വന്നത്. കാരണം ആരും ഒരിക്കലും എക്സ്പെക്ട് ചെയ്തേയില്ലായിരുന്നു ഇവർ തമ്മിൽ സിനിമ വരുന്നുണ്ടെന്നുള്ളത്. ഒരു ദിവസം പെട്ടെന്ന് നോക്കിയപ്പോഴത്തേക്കിന് ട്വിറ്ററിൽ പോസ്റ്റ് വന്നു, സൂര്യ 44 എന്ന് പറഞ്ഞിട്ട് കാർത്തിക് സുബ്രാജ് പടമെന്നും പറഞ്ഞ്. അത് കണ്ടപ്പോഴത്തേക്കിനും എല്ലാവരും പെട്ടെന്ന് അങ്ങ് ഞെട്ടിപ്പോയി. അങ്ങനത്തെ ഒരു അപ്ഡേറ്റ് ആയിരുന്നു അതിന് വന്നത്. നമുക്കെല്ലാവർക്കും അറിയാം സുധാ കൊങ്കരയുടെ സിനിമ സൂര്യ മാറ്റി വേണ്ട, അതായത് സിനിമ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് അതിൽ നിന്ന് മാറിക്കഴിഞ്ഞായിരുന്നു ഇത് ഉടനെ വന്നത്. ഇത് വന്നപ്പോഴത്തേക്കിനും എല്ലാവരും പെട്ടെന്ന് ഞെട്ടി ഭയങ്കരമായിട്ടൊരു സന്തോഷമൊക്കെ തോന്നിയായിരുന്നു ഈ ഒരു അപ്ഡേറ്റ് വന്നപ്പോഴത്തേക്ക്. പിന്നെ ഇതിൻ്റെ ഓരോ അപ്ഡേറ്റ് വന്നപ്പോഴും എല്ലാം ഒന്നിനൊന്നിന് നല്ല രീതിക്കാണ് വന്നിരിക്കുന്നത്. ഒത്തിരി കങ്കുവയ്ക്ക് വന്ന പോലെ ഓവർ ഹൈപ്പായിട്ടൊന്നും പോകാതെ ഒരു ലെവലായിട്ട് നീറ്റായിട്ട് നിൽക്കുന്ന ഒരു ടൈമാണ്. ഇപ്പോൾ റെട്രോയുടെ ഭാഗത്തുനിന്ന് ലാസ്റ്റ് വന്ന ഒരു സോങ് ആണ് വന്നത്. അത് ഫസ്റ്റ് സിംഗിളായിട്ടാണ് അവർ പുറത്തിറക്കിയത്. ശരിക്കും ഒരു സിനിമയുടെ ഒരു ഫസ്റ്റ് സിംഗിളായിട്ട് പുറത്തിറക്കുമ്പോൾ ഒരു ആക്ഷനൊക്കെ ഉള്ള ഒരു സിനിമയാണെങ്കിൽ സ്വാഭാവികമായിട്ട് പുറത്തിറക്കുന്ന ഒരു ഇൻട്രോ സോങ്ങോ അല്ലെങ്കിൽ ഒരു കുത്തു സോങ്ങോ ഒക്കെ ആയിരിക്കും ഇറക്കുന്നത്. പക്ഷേ ഇതൊരു ഒരു ലവ് സോങ് ഒക്കെയാണ് അവർ പുറത്തിറക്കിയത്. അത് തന്നെ ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. ഇതിൻ്റെ സെക്കൻഡ് സിംഗിളൊക്കെ ഈ അടുത്ത് ഇറങ്ങുമെന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും ആ ഒരു പാട്ടിനും ആ സിനിമയ്ക്കൊക്കെ വേണ്ടി നമ്മൾ വെയിറ്റിംഗ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം സൂര്യയുടെ കങ്കുവ എന്ന് പറഞ്ഞ സിനിമ ഒട്ടും വർക്കായില്ല. അപ്പം പുള്ളി കുറേ നാളായി ഒരു നല്ലൊരു തിയേറ്റർ ഹിറ്റ് അടിച്ചിട്ട് 2 നല്ല സിനിമ വന്നതും അത് OTTക്കാണ് പോയത്. അപ്പോൾ എന്തായാലും ഇതൊരിക്കലും മിസ്സാകത്തില്ലെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് കാർത്തിക് സുബ്രാജിൻ്റെ സംവിധാനത്തിൽ സൂര്യ കൂടെ അഭിനയിക്കുമ്പം നല്ലൊരു സിനിമാനായിരിക്കും എന്ന് നല്ലൊരു വിശ്വാസമുണ്ട്. ആ വിശ്വാസം ശരിക്കും നല്ലതാകട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുക. എന്തായാലും ഈ സിനിമയുടെ കണ്ടിട്ട് നല്ല സാധനമാണെന്ന് തോന്നുന്നു വരുന്നത്. മെയ് 1 ഈ സിനിമ റിലീസാകുന്നത്. അപ്പം ഏതായാലും ഈ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. എന്തായാലും ഇതിൻ്റെ ട്രെയിലറും ടീസറും ഒക്കെ വരുന്നുണ്ട്. അപ്പം നമ്മൾ അതെല്ലാം റിയാക്ഷൻ ചെയ്യുന്നതായിരിക്കും. പിന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.